ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ഓ ആട്ടെ, തനിക്ക് അങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ, എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാ? ആദ്യം ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇട്. ഓ ഇതിലാ? ഓ, എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. ഓ കിട്ടുമല്ലോ നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. അങ്ങനെ 1991 ഡിസംബർ 31 അർദ്ധരാത്രി ഞങ്ങൾ ചെന്നൈയിലൊരു മുറിയെടുത്തു. കുളിര് മുഴുവൻ പോയി. സാറ് പറ. ഹലോ ഹലോ. ആ കുട്ടായത് ഞാനാ മോനായി. ആ നീ എവിടാ? ഇവിടെ സ്റ്റേഷനിൽ നിന്നാ. ഞാൻ കോളേജിലാ. ഓ ഓ ശരി. ആ ഞാൻ ഇവിടെ നിൽക്കാം. അല്ല സാർ ഈ പറഞ്ഞ ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ ഔവേഷൻ. എന്തിനാ? എന്തെങ്കിലും ചെന്നൈ പോകുമ്പോ അവിടെ തന്നെ റൂം ആ എടുക്കാം. ഹോട്ടൽ ഇടിച്ചു നിരത്തി ഇപ്പോ സ്വിമ്മിംഗ് പൂൾ ആക്കി. എടാ സുന്ദരി, ഇവനെ കൊണ്ട് വലിയ ശല്യമായാലോ. നിനക്ക് എന്താ വേണ്ടത്? എടാ മോനായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കാം. നിങ്ങൾ ബസ്സിന് വിട്ടോ. ഓ സാറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഓ നാളെ കാണാവേ. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി. അല്ല മാത്ത, ആരാടാ ഈ മോനായി? ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കുമല്ലേ? സാധനം കൊള്ളാം. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ എന്നാ വില? കിലോ 50. ഈ ഏത്തക്കേക്കും 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലതല്ലേ? നല്ല മുഴുത്ത ഏത്തൊക്കെ വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ? അതാ തന്നെ എന്നാ മതി. ഇവിടെ വില വയ്ക്കാനും പാടില്ലേ? ഷേ എന്തൊരു നാടാ ഇത്. അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? അതോടെ അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നത് ഞാൻ നിർത്തി. അപ്പൊ ശരിയാണ് പിള്ളേരെ, ഞാൻ പോവാ. നാളെ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ട്, കുറെ പ്രിപ്പയർ ചെയ്യണം. സാറ് പോയത് ഇങ്ങനെ സാറ് പോയ കഥ ആരും കൊണ്ടുപോകും. കഥ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. നിന്റെയൊക്കെ പ്രായത്തിൽ ഇത്രയും കഥ കേട്ടാ മതി കേട്ടാ. അതല്ല സാറേ, വേറെ കാര്യമുണ്ട്. സാർ ഇതേ നിൽക്കുന്നവനെ കണ്ടോ? ഒരുപാട് പേര് ഇരിപ്പുണ്ടല്ലോ. ആ നടുക്ക് നിൽക്കുന്ന പൊക്കം കൂടിയവൻ. അവൻ തന്നെ. ആ ഹൈറ്റ് കൂടിയോ? അവനെന്ത് പറ്റിയടാ? അവന് സാർ വാ, ഞാൻ കാണിച്ചു തരാം. സാർ വാ. ഇവിടെ കാര്യം പറയണേ. സാർ അവനെ നോക്കി എങ്ങനെയുണ്ട് ആള്? ഇവന് നല്ല പൊക്കമുണ്ട്, നല്ല ലുക്കും ഉണ്ടല്ലോ. ഇവനെന്താ സീരിയൽ അഭിനയിക്കാൻ പോണ? ആണല്ലോ. ഒന്ന് കുഞ്ഞിന്ന്. അതല്ലെന്ന് ഇത് നോക്ക്. നോക്കി. ഇത് മുതുകല്ലേ? അതല്ല, ഈ പാട് നോക്ക്. ആ ശരിയാണല്ലേ. നേരെയല്ലടാ. എന്ത് പറ്റിയടാ ഇത്? 2 ദിവസം മുമ്പ് വരെ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടത് ചോദ്യം ചെയ്തതാ. അതെന്നെ പരിപാടിയാ. പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ട അത് ചോദ്യം ചെയ്യാനും പാടില്ലേ? പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടപ്പോ ഇവനെ ചോദ്യം ചെയ്തതാ. അതിനെന്തിനാടാ ഇവനെ ചോദ്യം ചെയ്യുന്നത്? അവനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? ചോദ്യം ചെയ്തവന്റെ പെങ്ങളിയാ ഇവന്റെ കൂടെ കണ്ടത്. ഓ അങ്ങനെ. ആ അത് നന്നായി. ഇപ്പഴാ എത്തിയ. ഏതവളാടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? സാറേ ഫസ്റ്റ് ഇയർ സിവിലില്. സിവില്? ആ സിവിലില്. വന്ന് കേറിയില്ലേ, അതിനു മുമ്പേ തുടങ്ങി സിവിള്. കവിളടിച്ച് പൊളിച്ചളയും. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇപ്പൊ നിന്റെയൊക്കെ ടൈമല്ലേ. ന്യൂ ജനറേഷൻ, ന്യൂ ജനറേഷൻ. അനുഭവിച്ചോ? വയ്യാണ്ടായ ന്യൂ ജനറേഷന് കുറ്റം. എന്താ ചക്കരെ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്ത് തന്നെ സംഭവിച്ചാലും, ഏത് വലിയവൻ വന്നാലും എന്റെ മുഞ്ചത്ത് ഞാൻ സ്വന്താക്കിയിരിക്കും. നീ പേടിക്കണ്ടെന്നേ ഇക്കലടി പറയണത്. ആ നീ എത്തിയതല്ലേ ഉള്ളൂ. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടെന്നും കേട്ടെന്നും വരും. ഇതൊന്നും കാര്യമാക്കണ്ട, നീ വാ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതെ, ഞാൻ എന്നിട്ട് രാത്രി വിളിക്കടി. ഇവിടെ കുറച്ച് അലലാദികൾ വന്നിട്ടുണ്ട്. ശരി, ഓക്കെ ഓക്കെ. എടാ ഇവൻ ഇതുവരെ നിർത്താറായില്ലേ? ഇല്ല സുന്ദരിക്കേ, ഈ ഏടായിട്ട് ഇച്ചിരി കൂടുതലാ. നീ അവളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അതിനെന്താ? ഒന്നുമില്ല. അളിയാ, ഓ ഈ കണ്ണുകൊണ്ട് കാണുന്ന മാത്രല്ല പ്രണയം. കാണാതെ നോക്കാം. പിന്നെ പരസ്പരം കാണാതെ തന്നെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രമാത്രം അടുത്തു കഴിഞ്ഞു. എത്രമാത്രം? അത്രമാത്രം. വീട്ടളിയാ, നമ്മൾ ഇന്നലെ അല്ലേ ഇവനെ കാണാൻ തുടങ്ങിയത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ ചോദിച്ചെന്നുള്ളേ. വാ മോനെ. ഓടി രക്ഷപ്പെട്ടോ. എന്റെ പെണ്ണെ കണ്ടട്ടെ, നീയൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ പറഞ്ഞോളാം ഇതിനൊക്കെ ഉള്ള മറുപടി. കണ്ടാ മതിയേ. കാണുമ്പോ നല്ല കിളി പോലത്തെ ഒരു പെങ്കച്ചായിരിക്കണേ.